ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ वागीशाद्या सुमनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्यास्युः तन्नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मम् सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्मिन् सर्वं यतः सर्वं यः सर्वं सर्वदृक्तधा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यां तं न विदुः सुरासुरगणाः। देवाय तस्मै नमः यस्यां तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्ण परमात्मने नमः। अथ तृतीयोऽध्यायः कर्मयोगः। अर्जुन उवाच ज्यायसि चेत् कर्मणस्ते
മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിചൈർഗുണൈഃ കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യത്തെ യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. തുടങ്ങുന്നതിന് മുമ്പ് കേറിയിരിക്കാൻ പറയട്ടെ. യെസ്, വേഗം ഇരിക്കും. ഇരുന്നിടന്ന് എണീക്കുക ആദ്യം, എന്നിട്ട് മുന്നോട്ട് വരിക. യെസ്. ഈ ഗ്യാപ്പിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ അടുപ്പിച്ചിട്ടുള്ളൂ. വെരി ഗുഡ്. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നോളൂ. പിറകിലുള്ളവരൊന്നും ഇങ്ങോട്ട്. യെസ്. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നല്ല ഐശ്വര്യമുണ്ട് ഇപ്പൊ കാണാൻ. നാളെ നിർബന്ധിക്കാതെ തന്നെ ഇങ്ങനെ ചെയ്യോ? താങ്ക് യു. യെസ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത് അർജുനന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അവിടെ എന്താ സീറ്റ് അവിടെയൊക്കെ ഉണ്ട്. ഒന്ന് കയറിയിരുന്നോളൂ, കോംപ്രമൈസ് ചെയ്യണ്ട. നമുക്ക് നിങ്ങളിങ്ങോട്ട് അടുത്തിരുന്നോളൂ.
അവിടെ കയറിയിരിക്കുന്നു. ആ ബാഗ് വെച്ചിരിക്കുക, വെറുതെ അല്ല. അവിടെയും കയറിയിരുന്നു. യെസ്, വെരി ഗുഡ്, താങ്ക് യു. രണ്ടുപേരും മുന്നോട്ട്. അർജുനന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുക. എന്താ അർജുനന്റെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷം? അർജുനൻ യുദ്ധ സന്ദർഭത്തിലായിട്ട് പോലും സൈന്യത്തെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചിട്ട് പോലും അതിന് ഉദ്യമിച്ചില്ല. പകരം നിരായുധനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് വരിച്ചത്. നിരായുധനായ ശ്രീകൃഷ്ണ ഭഗവാനെ വരിച്ചു. അതുകൊണ്ട് അർജുനന് ഉപകാരം ഉണ്ടായോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുനന് ഉപകാരമുണ്ടായി. യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അർജുനനുണ്ടായിട്ടുള്ള ഉപകാരം യുദ്ധകാര്യങ്ങൾ ഉചിതമായ രീതിയിൽ തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഭഗവാന്റെ സഹായം വളരെ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി അർജുനൻ അങ്ങനെ ഭഗവാനെ തിരഞ്ഞെടുത്തത് കൊണ്ട് എക്കാലത്തേക്കുമായി ഒരു ദാർശനിക ഗ്രന്ഥം നമുക്ക് ലഭിച്ചു. ഇക്കാര്യത്തിൽ നാം അർജുനനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. സർവേശ്വരന്റെ അനുഗ്രഹ ബുദ്ധിക്ക് മുന്നിൽ 100 കോടി നമസ്കാരം. അർജുനൻ 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ തന്റെ തേരിനെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. സാരഥി ശ്രീകൃഷ്ണ ഭഗവാൻ അത് നിർവഹിച്ചു. പക്ഷെ അവിടെ ഭീഷ്മദ്രോണാദികളുടെ മുന്നിലാണ് തേര് കൊണ്ട് നിർത്തിയത് എന്ന സവിശേഷതയുണ്ട്. ഭീഷ്മദ്രോണാദികളെ കണ്ട അർജുനൻ ആകെ തളർന്നുപോയി. യുദ്ധവിരുദ്ധമായ ചില സിദ്ധാന്തങ്ങളൊക്കെയാണ് അവതരിപ്പിച്ചത്. ഈ വിഷയത്തിൽ ഭഗവാൻ എല്ലാം സശ്രദ്ധ കേട്ട് നിന്നപ്പോൾ അർജുനന്റെ വാദത്തോട് ഭഗവാന് ആനുകൂല്യമുണ്ട് എന്ന് തോന്നിപ്പോവും. അർജുന, ഭഗവാൻ പറയുന്നത് വളരെ ശരി, അതുകൊണ്ട് തേര് ഹിമാലയത്തിലേക്ക് തിരിച്ചു വിടട്ടോ എന്നാണോ ഭഗവാൻ ഉദ്യമിക്കുന്നത് തോന്നിപ്പോ. അത്രത്തോളം ഒരക്ഷരമിണ്ടാതെ അർജുനനെ കേട്ട് നിന്നു. എന്നാൽ അർജുനന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആരംഭിച്ചത് അർജുനൻ അവതരിപ്പിച്ചതൊക്കെ വെറും വൈകാരികമായ കാര്യങ്ങളാണ് എന്നുള്ള മട്ടില്. ദുർബലമായ, ക്ഷുദ്രമായ, നിസ്സാരങ്ങളായ ഹൃദയ ദൗർബല്യത്തെയൊക്കെ വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്ക് എന്നാണ് ആഹ്വാനം ചെയ്തത്. ആ ആഹ്വാനത്തെ തുടർന്ന് വീണ്ടും അർജുനൻ വിലപിച്ചെങ്കിലും
ഹേ സർവേശ്വര, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് ഭഗവാന് മുന്നിൽ സമർപ്പണം ചെയ്തു. എൻ്റെ ബുദ്ധിയാകെ തലതിരിഞ്ഞ പോലെയുണ്ട്, എനിക്ക് വേണ്ട ഉപദേശം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവത് ഉപദേശം ആരംഭിക്കുന്നത് നമ്മിലെല്ലാവരിലും അമരണമായ അക്ഷരമായ തത്വമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഭഗവാന്റെ പ്രഥമ ഉപദേശം എന്തായിരുന്നു? ഏവരിലും അമരണമായ അക്ഷരമായ നാശരഹിതമായ തത്വമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. ശരീരാദികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ ഈ അക്ഷര തത്വത്തെ ബാധിക്കുന്നില്ല. അനശ്വരമായ അക്ഷര തത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വല്ലതുമുണ്ടെങ്കിൽ അത് ആ അക്ഷര തത്വത്തിൻ്റെ തന്നെ ആവിഷ്കാരമാണ്, പ്രകടനമാണ്. ഏതുപോലെ സമുദ്രത്തിൻ്റെ ആവിഷ്കാരമാണ്, പ്രകടനമാണ് തിരമാല എന്ന് പറയുന്നത് പോലെ. ഈ ലോക വൈവിധ്യങ്ങളെ കണ്ട് അത് സമ്മാനിക്കുന്ന വിവിധ തരത്തിലുള്ള അനുഭവങ്ങളെ പരിഗണിച്ച് ഒന്നും നാം വിഷമിക്കേണ്ടതായിട്ടില്ല. അതൊക്കെ വരും പോവും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഈ തത്വം അറിഞ്ഞവരുടെ ധൈര്യത്തെ, സ്വാതന്ത്ര്യത്തെ, സന്തോഷത്തെ, ശാന്തിയെ ഒക്കെ ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനാഭാഗത്തിന് സ്ഥിതപ്രജ്ഞ ലക്ഷണ പ്രകരണം എന്ന പേര് വിളിക്കാവുന്നതാണ്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം വിസ്തരിച്ചു. ഇങ്ങനെ 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം തൊട്ട് അവസാനം വരെ 72-ാം ശ്ലോകം വരെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി ഭഗവത്ഗീതയ്ക്ക് ഏറ്റവും ഉത്തമമായ ഭാഷ്യം രചിച്ചിട്ടുള്ള, വ്യാഖ്യാനം രചിച്ചിട്ടുള്ള, കമന്ററി രചിച്ചിട്ടുള്ള ശങ്കര ഭഗവത് പാദർ പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറഞ്ഞു തരുന്നത്? ധർമ്മ ഉപദേശത്തെയാണ് ഭഗവാൻ ചെയ്തത്. എന്തുപദേശത്തെയാണ് ഭഗവാൻ ചെയ്തത്? ധർമ്മ ഉപദേശത്തെ. ധർമ്മം എന്ന് പറഞ്ഞാൽ ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഹ സധർമ്മഃ. എല്ലാവരാലും എന്ന് പറഞ്ഞാൽ പരമമായ ശ്രേയസ് ജീവിതത്തിൽ കാക്ഷിക്കുന്ന എല്ലാവരാലും അനുഷ്ഠിക്കപ്പെടേണ്ടതായിട്ടുള്ള ധർമ്മത്തിന്റെ ലക്ഷണം
എന്താ ധർമ്മത്തിന്റെ ലക്ഷണം? ജഗതഃ സ്ഥിതി കാരണം, ജഗത്തിന്റെ സ്ഥിതിയാകുന്നു. ഇവിടെ ധർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ധർമ്മമുണ്ട്. എന്താ തെളിവ്? ഈ പ്രപഞ്ചം പരിരക്ഷിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് തെളിവ്. അത് സർവേശ്വരന്റെ ഉത്തരവാദിത്വമാണ്. ഭഗവാൻ അത് നിർവഹിക്കുന്നുണ്ട്. ആ കാര്യം 3-ാം അധ്യായത്തിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ സർവേശ്വരൻ ധർമ്മത്തെ ശ്രദ്ധിക്കുന്നു, പാലിക്കുന്നു. എന്താ തെളിവ്? ഇവിടെ എല്ലാം വ്യവസ്ഥയ്ക്കനുസരിച്ച് നടക്കുന്നുണ്ട്. കേട്ടില്ലേ? പഞ്ചസാര മധുരമായിരിക്കുന്നു, അഗ്നി ചൂടായിരിക്കുന്നു, സൂര്യൻ അതിൻ്റെ പ്രയാണത്തെ വീഴ്ചയില്ലാതെ നിർവഹിക്കുന്നു, ഭൂമി കൽപ്പിത അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുകയും സൂര്യനെ ഭ്രമണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ അനന്തമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ. ഇവിടെയൊക്കെ ഭഗവാന്റെ ധർമ്മ അനുഷ്ഠാനത്തെ നമുക്ക് പരിഗണിക്കാം. ജഗതഃ സ്ഥിതി കാരണം. ഭഗവാൻ ഈ അധ്യായത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ അലസനായി കർമ്മം ചെയ്യാതിരുന്നാൽ ഒക്കെ അവതാളത്തിലാവും അർജുന. സങ്കരസ്യ ച കർത്താസ്യം ഉപഹന്യാമിമാ പ്രജാഹ. ഈ പ്രജകളെയൊക്കെ നശിപ്പിക്കുന്നവനായിട്ട് ഞാൻ മാറിപ്പോകും. കേട്ടില്ലേ? ഭഗവാൻ കടുകിട്ട വീഴ്ചയില്ലാതെ, നോട്ടക്കുറവില്ലാതെ ധർമ്മത്തെ പരിപാലനം ചെയ്യുന്നുണ്ട്. ജഗതഃ സ്ഥിതി കാരണം. പ്രാണിനാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒച്ചിന്റെയും കൊതുകിന്റെയും മൂട്ടയുടെയും നായയുടെയും പുലിയുടെയും സിംഹത്തിന്റെയും ആനയുടെയും ഒന്നും കാര്യം ഇപ്പൊ നോക്കണ്ട. പ്രാണിനാം, നമ്മുടെയൊക്കെ കാര്യം പരിഗണിക്കുമ്പോൾ അഭ്യുദയ നിശ്രേയസ ഹേതു. അഭ്യുദയം ഉണ്ടാക്കുന്നതിന് ധർമ്മം സഹായകമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മത്തെ അനുസരിച്ചാൽ അഭ്യുദയം ഉണ്ടാവും. ധർമ്മത്തെ അനുസരിച്ചാൽ അഭ്യുദയം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കുളം ഉണ്ടായതുപോലെ, കേട്ടില്ലേ? നല്ലൊരു കൊളായി, അതുപോലെ കാവിന്റെ പരിസരമൊക്കെ വൃത്തിയായി ഐശ്വര്യ സമ്പന്നമായി. ഇതൊക്കെ എങ്ങനെയാ? ധർമ്മം അനുസരിച്ചതുകൊണ്ട് സംഭവിച്ചത്. ചാമുണ്ടിക്കോട്ടം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോക പ്രശസ്തമാണ്. എന്താ കാരണം? ഇവിടെ ഗംഭീരമായിട്ടുള്ള തെയ്യം സംഘടിപ്പിച്ചു. അങ്ങനെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയുണ്ടായി. അഭ്യുദയം. ഇങ്ങനെ എല്ലാവരും ധർമാവലംബികളായി കഴിഞ്ഞാൽ ഭൗതിക സമൃദ്ധി ഉണ്ടാവും. ഭൗതിക സമൃദ്ധി ഉണ്ടാവും. അതാണ് അഭ്യുദയം എന്ന വാക്കിന്റെ അർത്ഥം. മെറ്റീരിയൽ പ്രോഗ്രസ്. ഇനി അടുത്ത വാക്ക് നിശ്രേയസമാകും. എന്താ നിശ്രേയസം എന്ന് പറഞ്ഞാൽ അർത്ഥം? നിശ്രേയസം എന്ന് പറഞ്ഞാൽ മോക്ഷം. മോക്ഷം എങ്ങനെയാ സാധിക്കുക, സംഭവിക്കുക? അത് നിവൃത്തി മാർഗം കൊണ്ടാണ് സംഭവിക്കുക. എന്താ നിവൃത്തി മാർഗം? ഒരു നിവൃത്തികേട് വരുമ്പോ അവലംബിക്കുന്ന മാർഗം. കേട്ടില്ലേ? ഇനിയിപ്പോ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇനി എന്താ വഴി? അതാണ് നിവൃത്തി മാർഗം. ഇപ്പൊ ശങ്കരാചാര്യ പറയുന്നു, ധർമ്മത്തിന്റെ ലക്ഷണം ജഗതഃ സ്ഥിതി കാരണം, പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. ഈ ധർമ്മത്തെ
രണ്ട് വഴിത്താരയിലാണ് ഉപദേശിച്ചു പോന്നിട്ടുള്ളത്. ജഗത്തിന്റെ സ്ഥിതി പരിപാലിക്കുക എന്നുള്ളത് ഭഗവാന്റെ ദൗത്യമാണ്. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അഭ്യുദയ വിഷയത്തിലുള്ള ഉപദേശം ആർക്ക് നൽകിയിട്ടുണ്ട്? അഭ്യുദയം കാക്ഷിക്കുന്നവർക്ക്, എനിക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് ധർമ്മത്തിന്റെ പ്രവൃത്തി മാർഗം അവലംബിക്കാം. വ്യക്തമാവുന്നില്ലേ? ഇനി മോക്ഷത്തെ ആഗ്രഹിക്കുന്ന, നിശ്രേയസത്തെ ലക്ഷ്യമിടുന്നവർക്ക് നിവൃത്തി മാർഗം ഉപദേശിച്ചിരിക്കുന്നു. ഈ ഉപദേശങ്ങളെ ചെയ്തത് ആരാണെന്നാണ് ശങ്കരാചാര്യരുടെ പക്ഷം? ആദിനാരായണനാണ്. ഈ ആദിനാരായണൻ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ശേഷം തസ്യ സ്ഥിതിം ചികീർഷു, ഈ ലോകത്തിന്റെ സുസ്ഥിതിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ധർമ്മത്തെ ഉപദേശിച്ചത്. രണ്ട് വഴിത്താരയിൽ ഉപദേശിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാ വഴിത്താര? ഒന്ന് പിതൃ പുത്ര പ്രപുത്ര പരമ്പരയായിട്ട് പ്രജാപതിമാർക്ക് ഉപദേശിച്ചു. നിവൃത്തി മാർഗമാകട്ടെ സനകാദികൾക്കാണ് ഉപദേശിച്ചത്. അവരിതിങ്ങനെ ഉപദേശിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ചാണ് രണ്ടാം അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് എന്നാണ് ശങ്കരാചാര്യർ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. പ്രവൃത്തി മാർഗക്കാരെന്ത് ചെയ്യുന്നു? കർമാനുഷ്ഠാനത്തെ ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ഫലം? കർമ്മഫലം കിട്ടും. പിന്നെയോ അഭിവൃദ്ധി ഉണ്ടാവും. അതുകൊണ്ട് ശങ്കരാചാര്യ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു. അതെന്താ? അത് സപ്പോസ് പ്രവൃത്തി മാർഗക്കാർക്ക് കർമ്മഫല സംബന്ധിയായി പ്രതീക്ഷ അറ്റുപോയി എന്ന് വിചാരിക്കുക. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവര് കർമ്മം ഉപേക്ഷിച്ച് പോവുകയാണോ വേണ്ടത്? അല്ല എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ശങ്കരാചാര്യർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ ഭഗവാൻ എന്താ പറയുന്നത്? ആ കർമ്മങ്ങളെ തന്നെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ, അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന കർമ്മം എന്താവും? കർമ്മയോഗമാവും. ആ കർമ്മയോഗം കൊണ്ട് നിശ്രേയസത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഇതാണ് രണ്ടാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. ശങ്കരാചാര്യർ ചുരുക്കി പറഞ്ഞു. ഇവിടെ കർമാനുഷ്ഠാതാവ് ഉള്ളിൽ ഇതിന്റെയൊക്കെ നിരർത്ഥകത ബോധ്യമായിട്ടുണ്ട്. എന്നാൽ രാഗദ്വേഷങ്ങളെ പൂർണ്ണമായിട്ട് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ ഈശ്വരാർപ്പണ കർമ്മത്തിന്റെ മാർഗം അവലംബിക്കണം എന്ന് പറഞ്ഞുല്ലോ. അങ്ങനെയാണെങ്കിൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാർപ്പണമായിട്ട് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. അത് ഉപേക്ഷിച്ചു പോയിക്കൂടാ. അതിനെന്താ കാരണം എന്നുള്ളത് നമ്മൾ ഈ അധ്യായത്തിൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് അർജുനനോട് പറഞ്ഞു, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയഃ. അതുകൊണ്ട് അർജുന എഴുന്നേൽക്ക്, യുദ്ധത്തിന് നിശ്ചയം ചെയ്യൂ. പക്ഷെ അതേ ഭഗവാൻ തന്നെ കർമ്മത്തിലാണ് നിനക്ക് അധികാരം, നിനക്ക് അകർമ്മത്തിൽ താല്പര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ തന്നെ ഹൃദയസ്ഥിരങ്ങളായ കാമനകളെയൊക്കെ വെടിഞ്ഞ് ആത്മാവിൽ തന്നെ അഭിരമിക്കുന്ന
മഹാത്മാക്കളെ കുറിച്ച് ഏറെ പാടിയിരിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ശ്രേയസ് പ്രാർത്ഥിച്ച പാർത്ഥനോട്, ശ്രേയസ്സിന് വേണ്ടി അഭ്യർത്ഥിച്ച അർജുനനോട് ധ്യാനത്തിലൂടെ ആത്മനിഷ്ഠ നേടൂ എന്നല്ലേ ഭഗവാൻ പറയേണ്ടിയിരുന്നത്? പകരം യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലേ? അത് ശരിയോ? അർജുനൻ പറയാണ്, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. അർജുനൻ പറഞ്ഞതിനെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതിനുശേഷം ഭഗവാൻ പറയുന്ന മറുപടിയിലൂടെ ആശയങ്ങൾ ഗ്രഹിക്കാം. പശ്ചാത്തലം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അർജുനന്റെ ചോദ്യത്തിന്റെ പശ്ചാത്തലം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് അഭ്യുദയത്തിന്റെ മാർഗവും നിശ്രേയസത്തിന്റെ മാർഗവും. എന്താ അഭ്യുദയത്തിന്റെ മാർഗം? എല്ലാ പ്രകാരത്തിലുള്ള സമൃദ്ധിയും നേടിയെടുക്കുക. ഈ നാട് ആ വിഷയത്തിൽ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഇല്ല ആരെയും. കേട്ടില്ലേ? പക്ഷെ എന്നിട്ടും മര്യാദയ്ക്കൊരു ബിസിനസ് നടത്താവട്ടെ, മര്യാദയ്ക്കൊരു വിളവെടുപ്പ് നടത്തുകയാവട്ടെ, മര്യാദയ്ക്ക് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാവട്ടെ, ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അങ്ങനെ തട്ടിമുട്ടി പോകും. സമൃദ്ധിക്ക് വേണ്ടി ആരും ഉത്സാഹിക്കുന്നില്ല. ഇത് വലിയ സങ്കടം. അഭ്യുദയത്തിന് വേണ്ടി ഉത്സാഹിക്കുന്നില്ല. പരമവൈരാഗ്യം വന്നതുകൊണ്ടാണെങ്കിലോ അതിന് നിശ്രേയസത്തിന് വേണ്ടി ഉത്സാഹിക്കും. ഇത് രണ്ടും കേട്ട അവസ്ഥ. അത് അപലപനീയമാണ് എന്ന് പറയും. അർജുനന്റെ ചോദ്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? എനിക്ക് ധ്യാനിച്ചിരുന്നാ കൊള്ളാമൊക്കെ ഉണ്ട്, എന്താ ഭഗവാൻ അതിന് അനുവദിക്കാത്തത്? എന്നോട് പറയുമ്പോൾ യുദ്ധം ചെയ്യാൻ പറയണു, എന്നിട്ട് ധ്യാനിച്ചിരിക്കുന്നവരുടെ മഹാത്മ്യമൊക്കെ വർണ്ണിക്കുകയും ചെയ്യും. കേട്ടില്ലേ? നമ്മൾ ഇതിൽ എവിടെ നിൽക്കുന്നു? എനിക്ക് കുറെ കൂടിയൊക്കെ അനുഭവിക്കണമെന്നൊക്കെ ഉണ്ട് എന്നാണ് ബോധ്യമെങ്കിൽ അത് തന്നെ തുടരും. അവിടെ കർമ്മം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു നിഷ്കർഷയെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ആർക്കും ദ്രോഹം ചെയ്യാത്തതായിരിക്കട്ടെ. ആവതും ഏത് കർമ്മത്തിലും ദ്രോഹം ഉണ്ടാവുന്നത്. സർവ ആരംഭാഹി ദോഷേണ ധൂമേന അഗ്നിഹി ഇവ ആവൃതാഹ എന്നൊരു വസ്തുതയുണ്ട്. എല്ലാ ആരംഭങ്ങൾക്കും കർമ്മങ്ങൾക്കും ദോഷമുണ്ട്, സൈഡ് എഫക്ട്സ്. ഏതുപോലെ? അഗ്നിയിൽ പുകയെന്ന പോലെ. പക്ഷേ കർമാനുഷ്ഠാതാക്കൾ എന്ത് ശ്രദ്ധിക്കണം? കഴിവതും അതിൻ്റെ ദൂഷ്യം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അപരൻ ആപത്തും ഉപദ്രവം ചെയ്യാത്ത വിധം കർമ്മങ്ങൾ ചെയ്യുക, നേട്ടങ്ങൾ കൈവരിക്കുക. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പക്വത കൊണ്ട് വൈരാഗ്യം വന്നിട്ട് ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് തോന്നിയാലോ ഓടിപ്പോവണ്ട, അവിടെ തന്നെ നിൽക്കൂ. കേട്ടില്ലേ? അക്കാര്യമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ധ്യാനിച്ചിരിക്കുന്ന ജ്ഞാനനിഷ്ഠന്റെ പ്രയോഗം ശ്രദ്ധിക്കണേ. ധ്യാനിച്ചിരിക്കുന്ന ജ്ഞാനനിഷ്ഠന്റെ നിർവൃതി കണ്ട് ആകർഷിക്കപ്പെട്ട് അട്രാക്റ്റഡ് ആയിട്ട് ലെറ്റ് മീ ഗോ ആൻഡ് മെഡിറ്റേറ്റ് എന്നാരും ചിന്തിച്ചു കളയരുത്. അങ്ങനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ ആ മെഡിറ്റേഷൻ ആവില്ല, മാഡിറ്റേഷൻ ആവുന്നതാണ്, ഭ്രാന്തായി പോകുന്നത്. കേട്ടില്ലേ? ആ അപകടം വരാതിരിക്കാൻ വേണ്ടി നിർദ്ദിഷ്ട മാർഗത്തിൽ നമുക്ക് ചലിക്കാം.